നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രകൃതി ഇപ്പോൾ മനുഷ്യനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പ്രളയമായും പേമാരിയായും കൊടുങ്കാറ്റായും ചുഴലിക്കാറ്റായും അങ്ങനെ ഒത്തിരിയേറെ ഭാവഭേദങ്ങളോടെ പ്രകൃതി മനുഷ്യനെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ പ്രകൃതിയോട് കാട്ടിയ ക്രൂരതകൾക്ക് ഇതൊരു മറുപടിയായിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് തന്നെ. ലോക പ്രശസ്തമായ പല വെള്ളച്ചാട്ടങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വെള്ളച്ചാട്ടം ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെയും പതിച്ചുകൊണ്ടിരുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കേട്ടറിയാത്തവരോ കണ്ടറിയാത്തവരോ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ പതിച്ചുകൊണ്ടിരുന്ന വെള്ളച്ചാട്ടമാണ് ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നത്. ഇന്ന് കണ്ണീർ തുള്ളിക്ക് സമാനമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ശബ്ദമുയർത്തുന്ന പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യങ്ങളിൽ ഒന്നാണിതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് തന്നെ. ആഫ്രിക്കയിലെ സാംബിയയിൽ സ്ഥിതി ചെയ്യുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഇതിനോട് ഏറെക്കുറെ സമാനമാണ് താനും. അങ്ങനെ സാംബസി നദിയിലുള്ള ഈ 100 മീറ്റർ ഉയരമുള്ള വെള്ളച്ചാട്ടം എന്ന് നൂല് പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതിനെ വ്യക്തമാക്കി പല വീഡിയോകളും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. എന്താണ് വിക്ടോറിയ വെള്ളച്ചാട്ടവും സാംബസി നദിയിലെ ജലവും ശോഷിക്കാൻ കാരണമെന്ന ചിന്തയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വരൾച്ചയാണ് ഇപ്പോൾ ഈ പ്രദേശം നേരിടുന്നത്. സാധാരണ വേനലിൽ മറ്റേത് വെള്ളച്ചാട്ടത്തെയും പോലെ വിക്ടോറിയ വെള്ളച്ചാട്ടവും ശോഷിക്കാറുണ്ടെങ്കിലും ഇത്ര ദുർബലമാകുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടെന്നാണ് പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ഒരേ ശബ്ദത്തിൽ വിലയിരുത്തപ്പെടുന്നത് തന്നെ. തെക്കൻ ആഫ്രിക്കയിലെ കൊടിയ വളർച്ച രാജ്യാന്തര തലത്തിൽ ഏൽക്കാനുള്ള ഒരു ഉപാധിയായാണ് പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനുണ്ടായ മാറ്റത്തെ കാണുന്നത് തന്നെ. വിക്ടോറിയ വെള്ളച്ചാട്ടം എന്നത് വലിപ്പം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിനുണ്ടാകുന്ന ശോഷിച്ച അവസ്ഥ രോഗശ്രദ്ധയിലെത്തിക്കാൻ എളുപ്പം തന്നെയാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെയില്ല. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിലെ ജലത്തിന്റെ അളവ് ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ ആഫ്രിക്കയിലേക്ക് ലോകശ്രദ്ധയാകർഷിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ ശ്രമിക്കുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളും വ്യക്തമാണ്. ഏറ്റവും വലിയ വരൾച്ചയാണ് തെക്കൻ ആഫ്രിക്ക ഇപ്പോൾ നേരിടുന്നതെന്നാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തെക്കൻ ആഫ്രിക്കയെ മാത്രമല്ല ഇത് മുൻനിർത്തുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിലും കൊടിയ വരൾച്ച തന്നെയാണ് നിലനിൽക്കുന്നത്. ഭക്ഷ്യവിളനാശവും മറ്റും നിമിത്തം 4.5 കോടി ജനങ്ങളാണ് ഈ മേഖലയിൽ ദുരിതം അനുഭവിക്കുന്നത്. ഇവർക്ക് ലോകമെമ്പാടും നിന്നും സഹായം എത്തിക്കാനുള്ള ഉപാധിയാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ ഇപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തന്നെ. സാംബസി നദിയിലെ ജലത്തിലുണ്ടായ കുറവ് സിംബാബ്വെ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങൾ വ്യാപകമായ വൈദ്യുതി ക്ഷാമത്തിനും വഴിവെച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ജലത്തിന്റെ ശരാശരി അളവിലും ഏറെ താഴെയാണ് ഈ സമയത്തെ സാംബസിയിലെ വെള്ളത്തിന്റെ അളവെന്ന് ഗവേഷകർ പറയുന്നു. കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെ എന്നത് വ്യക്തമാണ്. മനുഷ്യർ പരിസ്ഥിതിയോട് ചെയ്ത ക്രൂരതയ്ക്ക് പ്രകൃതി നൽകുന്ന മറുപടിക്ക് ഉദാഹരണമാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ശോഷണമെന്നാണ് സാംബിയൻ പ്രസിഡന്റ് എഡ്ഗാർ ലുഗോ പ്രതികരിച്ചിരിക്കുന്നത് തന്നെ. ആഫ്രിക്കയിലെ വരൾച്ച ഇത്ര രൂക്ഷമാകുന്ന സമീപകാലത്ത് ഇത് ആദ്യമായാണെന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാലാവസ്ഥാ വ്യതിയാനം മൂലമാണെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ഗവേഷകരുടെ നിലപാടുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായാൽ കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് പിന്നിലെന്ന് ഉറപ്പാക്കാമെന്നും ഹൈഡ്രോളജിസ്റ്റായ ഹെറാൾഡ് ക്ലിങ് പറയുകയുണ്ടായി. വിക്ടോറിയ വെള്ളച്ചാട്ടം മാത്രമല്ല, ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലും ഇതിനതീതമായും പ്രകൃതി തിരിച്ചടിക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.